ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്താനിരിക്കെ തലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. രാജ്ഭവന് മുന്നിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. എയർപോർട്ട് മുതൽ രാജ്ഭവൻ വരെ പലയിടത്തും ബാരിക്കേഡുകളടക്കം സ്ഥാപിച്ചു. ഗവർണർക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുമെന്ന SFI വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് തലസ്ഥാനത്തൊരുക്കിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ പൊതുപരിപാടികൾക്ക് ശേഷം ഗവർണർ ഇന്ന് രാത്രിയോടെ തലസ്ഥാനത്തെത്തും. വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെ ബാരിക്കേഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. രാജ്ഭവന് മുന്നിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. രാജ്ഭവന്റെ സുരക്ഷ വിലയിരുത്താൻ കണ്ടോൺമെന്റ് ACP ഉൾപ്പെടെ എത്തുന്നുണ്ട്. ഗവർണറുടെ യാത്രാ റൂട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നിർദ്ദേശമനുസരിച്ച് തയ്യാറാക്കും. നിരീക്ഷിക്കാൻ കൂടുതൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തി. അതേസമയം SFI പ്രവർത്തകർ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. കണ്ടോൺമെന്റ് ACP, CI, SI എന്നിവരോടാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. ഗവർണറുടെ കാർ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും ഗവർണറുടെ യാത്രാ റൂട്ടുകളിൽ സുരക്ഷയുണ്ടായില്ലെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണത്തലവനായ ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.